റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാന്റെ ഒരു റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു നല്ല കാര്യം ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ എന്തോ കാരണം കൊണ്ടത് എന്തോ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചു. ഉദാഹരണം, ഇന്ന് ഖുർആൻ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് രാവിലെ തന്നെ വിചാരിച്ചു, എന്തോ കാരണം കൊണ്ട് ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മളെ റബ്ബ് അങ്ങനെ വിചാരിച്ചല്ലോ, അതിന് നമുക്ക് എന്ത് തരും? ഒരു കൂലി തരും. ഇനി ആ വിചാരിച്ച കാര്യമായിട്ട് ചെയ്താലോ, അതിന് അല്ലാഹു തആല ഒരു കൂലിയല്ല, 10 മുതൽ 700 വരെ കൂലിയാണ് അതിന് അല്ലാഹു നൽകുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നേരെ തിരിച്ച്, നമ്മള് എന്തോ ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, ഒരു തെറ്റ് ചെയ്യണമെന്ന് കരുതി, ആഗ്രഹിച്ചു, എന്തോ കാരണം കൊണ്ട് ആ തെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നേരത്തത്തിനനുസരിച്ച് അള്ളാഹു നമുക്ക് എന്താ തരേണ്ടത്? നിങ്ങളൊന്ന് ശരിക്കും ഉണരി. ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചിട്ട് ഒരു നന്മ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് അള്ളാഹു എന്ത് തരും? ഒരു ഹസനത്ത്, ഒരു കൂലി തരും. അപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് അള്ളാഹു തരേണ്ടത് എന്താ? ഒരു ശിക്ഷ അല്ലേ? പക്ഷെ അങ്ങനല്ല. ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, ആഗ്രഹിച്ചു, എന്തോ കാരണം കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല, അതിൽ നിന്നിട്ട് ഒഴിഞ്ഞു, എന്നാൽ അതിന് അല്ലാഹു ഒരു കൂലിയാ തരിക. ഇനി ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, ആ തെറ്റ് ചെയ്താൽ അതിന് അല്ലാഹു ഒരു ശിക്ഷയാണ് നൽകുന്നത്. അല്ലാതെ നന്മ ചെയ്താൽ 10 മുതൽ 700 വരെ നൽകുന്നത് പോലെ തിന്മ ചെയ്താൽ 10 മുതൽ 700 വരെ കുറ്റമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം ഈ പറയുന്നത്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. അല്ലാഹു ഓരോന്നിന്റെയും നന്മകളും തിന്മകളും കണക്കാക്കി. ഏതൊക്കെയാണ് നന്മകളെന്നും ഏതൊക്കെയാണ് തിന്മകളെന്നും അല്ലാഹു കണക്കാക്കി തീരുമാനിച്ചു. പിന്നീട് അല്ലാഹു അത് ഏതാണെന്ന് നമുക്ക് വ്യക്തമാക്കി തന്നു. എന്നിട്ട് പറയാൻ, ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യാൻ കരുതി, പക്ഷേ ഫലം യഅമൽഹാ, അതയാൾ ചെയ്തില്ല, എന്തോ കാരണവശാൽ ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാൽ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അതിന് അല്ലാഹുവിന്റെ അടുക്കൽ കാമിലായ പൂർണ്ണമായ ഒരു ഹസനത്താണ്, ഒരു കൂലിയാണ് രേഖപ്പെടുത്തുന്നത്. ഇനി ഒരാൾ ഒരു നന്മ ചെയ്യാൻ കരുതി, അൽഹംദുലില്ലാഹ് ഫഅമിലഹാ, ആ കരുതിയതുപോലെ ആ നന്മ അയാൾ ചെയ്യുകയും ചെയ്താൽ കതബഹല്ലാഹു ഇൻദഹു 10 ഹസനാത്തിൻ ഇലാ 700 ളൈഫിൻ ഇലാ അൽആഫിൻ കസീറ, അതിനല്ലാഹു 10 മുതൽ 700 ഇരട്ടി, അതിനേക്കാൾ എത്രയോ ഇരട്ടിയായി അതങ്ങനെ വർദ്ധിപ്പിക്കും. ആ നിലയിലാണ് രേഖപ്പെടുത്തപ്പെടുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇനി കേൾക്കി, എന്നിട്ട് താരതമ്യം ചെയ്യണം. റഹ്മത്തിന്റെ 10ൽ നമ്മളോട് നമ്മുടെ റബ്ബിനുള്ള റഹ്മത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവാനാണ് ഈ ഹദീസ് ഞാൻ കേൾപ്പിക്കുന്നത്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ അല്ലാഹ്. ഒരു തിന്മ ചെയ്യാൻ ഒരാൾ കരുതി, ഫലം യഅമൽഹാ, എന്നിട്ടാ തിന്മ അയാൾ ചെയ്തില്ല, എന്നാൽ ഒരു ഗാനമേളക്ക് പോകണമെന്നാ വിചാരിച്ചത്, ഒരു തമ്മാടിത്തരത്തിന് പോകണമെന്നാ വിചാരിച്ചത്, പക്ഷേ ഫലം യഅമൽഹാ, അതയാൾ ചെയ്തില്ല, എന്നാൽ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അതിന് റബ്ബിന്റെ അടുക്കൽ അവൻ പൂർണ്ണമായ ഒരു ഹസനത്താണ്, കൂലിയാണ് രേഖപ്പെടുത്തുന്നത്. നന്മ കരുതി
കരുതിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് കൂലി. അപ്പൊ തിന്മ കരുതിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷല്ലേ കൊടുക്കേണ്ടത്? പക്ഷെ റഹ്മാനായ റബ്ബ് അതിനും കൊടുക്കുന്നത് എന്തല്ല? ശിക്ഷല്ല. ഇനി വൈൻ ഹമ്മ ബിഹ, ഒരു തിന്മ ചെയ്യണമെന്ന് കരുതി ഫഅമിലഹ, അതാണ്ട് ചെയ്യും ചെയ്തു. എന്നാൽ കതബഹല്ലാഹു സയ്യിഅതൻ വാഹിദാ, കതബഹല്ലാഹു സയ്യിഅതൻ വാഹിദാ, ഒരൊറ്റ തിന്മ മാത്രമായിട്ടാണ് അല്ലാഹു അതവന്റെ അടുക്കൽ രേഖപ്പെടുത്തുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ റബ്ബിനെ എങ്ങനെ നമ്മൾ പ്രതീക്ഷയോടുകൂടി അല്ലാതെ നോക്കിക്കാണും? ലാ തമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ ലന്ന ബില്ലാഹ്, അല്ലാഹനെ കുറിച്ച് നല്ല വിചാരത്തോടു കൂടെ അല്ലാതെ നിങ്ങൾ ആരും മരിക്കരുത് ട്ടോ. എപ്പോഴും അല്ലാഹനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകാവൂ. ആ നല്ല വിചാരം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നന്മകളെ കൊണ്ട് അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഞാൻ സാന്ദർഭികമായി റഹ്മത്തിന്റെ 10 ആയതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. ആ റഹ്മത്ത് കിട്ടാൻ നല്ല വഴികളിൽ ഒന്നാണ് ഖുർആനുമായുള്ളൊരു ബന്ധം. താലിൽ ഖുർആൻ, ഖുർആൻ ഓതുക, ഖുർആനുമായി ബന്ധം പുലർത്തുക. വഇദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആനൊക്കെ കേൾക്കുമ്പോൾ താൽപര്യത്തോടെ ശ്രദ്ധിച്ച് നിങ്ങളത് കേൾക്കണം. എന്തിന്? ലഅല്ലക്കും തുർഹമൂൻ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടം നിങ്ങളിലേക്ക് തുറന്നു കിട്ടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഖുർആൻ ക്ലാസും ഇവിടെ നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഈ റഹ്മത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ ഏറ്റവും നല്ല വഴിയാണ്. അല്ലാഹു അല്ലേ പറയുന്നത്, ഇദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ കേൾക്കണം നിങ്ങൾ, അതിലേക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ. അത് നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ കവാടം തുറന്നു കിട്ടാൻ ഏറ്റവും നല്ല വഴിയാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ വന്ന് പങ്കെടുത്ത് ഒരുപാട് ലാഭങ്ങൾ ഇതിന്റെ പിന്നിൽ നമുക്കുണ്ട്. ഒരായത്തൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കേട്ടാൽ അതിന് കിട്ടുന്നൊരു കൂലി എത്ര അതിന് കിട്ടുന്ന കൂലി? ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, മനിസ്തമഅ ഇലാ ആയത്തിൻ മിൻ കിതാബില്ലാഹ് കുതിബത് ലഹു ഹസനത്തുൻ മുളഅഫ. ഒരാൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തൊന്ന് ശ്രദ്ധിച്ചു കേട്ടു. ഇസ്തമഅ എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക എന്നാണ് അർത്ഥം. ഇപ്പൊ ഒരു ആംബുലൻസ് അതിലുണ്ട് കടന്നുപോയി, അതിന്റെ ഒരു ശബ്ദം നമ്മൾ ഇങ്ങനെ കേട്ടു, അതിന് ഇസ്തമഅ എന്ന് പറയില്ല. ഇപ്പൊ ഒരു വാഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓൺ അടിക്കുന്നു, അതിന്റെ ശബ്ദം ഈ വയല് കേൾക്കുന്നതിനിടയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, അതിനെന്ത് പറയൂല? ഇസ്തമഅ എന്നറിയില്ല. കാതും കൽബും കൂടെ കേൾക്കുമ്പോഴേ ഇസ്തമഅ എന്ന് പറയൂ. ആ നിലയിൽ മനിസ്തമഅ ഇലാ ആയത്തിൻ മിൻ കിതാബില്ലാഹ് കുതിബത് ലഹു ഹസനത്തുൻ മുളഅഫ. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നാൾക്ക് നാൾ ഇരട്ടിച്ചു വരുന്ന പ്രതിഫലമാണ് അതിനെ അയാളുടെ റിക്കാർഡിൽ രേഖപ്പെടുത്തുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നുണ്ട്, ബിഫഹിമിൻ ഔ ബിഗൈരി ഫഹിമിൻ. അർത്ഥം തിരിയട്ടെ തിരിയാതിരിക്കട്ടെ അതൊന്നും വിഷയമല്ല, അള്ളാഹുവിന്റെ കലാമല്ലേ. ആ നിലക്കാണ് ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നതെങ്കിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഈ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പൊ ഖുർആൻ കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ. റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ്, ചില സഹാബികളെ വിളിച്ചിട്ട് റസൂലുള്ള പറയും, ഖുർആൻ ഓത് കേൾക്കട്ടെ, ഒന്ന് ഓത് കേൾക്കട്ടെ. എന്നിട്ട് ചില ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതുമ്പോ തേങ്ങി തേങ്ങി റസൂലുള്ള കരഞ്ഞിട്ട് പറയും, മതി മതി, നിർത്ത് 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 നിർത്ത്. നരകവും ഖബറും അനുബന്ധ വിഷയങ്ങളും ഉമ്മത്തിന് വരാൻ പോകുന്ന ചില പരാജയങ്ങളും അതിലേക്കുള്ള ചില സൂചനകളൊക്കെ കേൾക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ നെഞ്ച് പടക്കും. എന്നിട്ട് പറയും, കരഞ്ഞിട്ട് തേങ്ങി തേങ്ങി കരഞ്ഞിട്ട് പറയും, മതി മതി, നിർത്ത് നിർത്ത്. അല്ലാഹുവേ, അല്ലാഹു ഉമ്മത്തിനെ എല്ലാ പരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ, എല്ലാ പരാജയങ്ങളെ തൊട്ടും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ രാജ്യം ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും അല്ലാഹു എല്ലാ മനുഷ്യർക്കും റാഹത്തും അഭിവൃദ്ധിയും സലാമത്തും സന്തോഷവും നൽകട്ടെ.
മുഅ്മിൻ. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതെന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ്. പടച്ചോനെ നീ കബൂലാക്കി തരണേ അല്ലാഹ്. അപ്പോൾ 4 വിഭാഗത്തിലേക്ക് സ്വർഗം മതിയായി ആഗ്രഹിക്കുമെന്ന് പറഞ്ഞതിൽ ഒരു വിഭാഗം താലിൽ ഖുർആൻ ഓതുന്നവരാൻ. നമ്മളിങ്ങനെ ഓതുന്നതിനനുസരിച്ച് ഹൃദയം ഇങ്ങനെ തെളിഞ്ഞു വരും. ഹൃദയം തെളിയലല്ലേ വലിയ കാര്യം. ഹൃദയത്തിന് ക്ലാപ്പ് പിടിച്ചു പോയാൽ കഴിഞ്ഞില്ലേ കഥ. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തൗ കമാ തസ്തൗൽ ഹദീദ്. നിങ്ങൾക്കറിയോ, ഈ ഇരുമ്പൊക്കെ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയത്തിനും തുരുമ്പ് പിടിക്കും. വേബതു പൂണ്ട് സഹാബികൾ ചോദിക്കുന്നുണ്ട്, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, നബിയെ ഹൃദയത്തിന് ഇങ്ങനെ തുരുമ്പ് പിടിച്ചാൽ അള്ളാന്റെ നൂറു തജല്ലി ഹൃദയത്തിലേക്ക് തട്ടാതെ വരുമല്ലോ, ആ ഹൃദയത്തെ അതിൽ നിന്ന് തെളിയിച്ചെടുക്കാനുള്ള വഴി എന്താ നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു 2 കാര്യങ്ങളാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഹൃദയം തെളിഞ്ഞു വരും. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണം മരണം മരണം, ആ മരിക്കുമെന്ന ഓർമ്മ, ഞാൻ മരിക്കുമല്ലോ പടച്ചോൻ എന്നുള്ള ഓർമ്മ. രണ്ടാമത്തേത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ധാരാളമായി ഓതുക. ആ ഓത്ത് കൂടുന്നതിനനുസരിച്ച് ഹൃദയം തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു ഈ കാര്യത്തിലൊക്കെ വ്യാപൃതരാവാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനൊക്കെ ഒരു മനസ്സ് അള്ളാഹു നൽകട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഹൃദയത്തിന് തുരുമ്പ് പിടിക്കുന്നു പറഞ്ഞപ്പോ സഹാബികൾക്ക് ബേജാറായി. കാരണം തുരുമ്പ് പിടിച്ചാലുള്ള പ്രശ്നം അള്ളാന്റെ നൂറു തജല്ലി ആ കൽബിലേക്ക് പതിയൂല. റബ്ബിന്റെ നൂറു തജല്ലി കൽബിലേക്ക് പതിഞ്ഞില്ലെങ്കിൽ പിന്നെ മനുഷ്യരെ എങ്ങനെ നേരിന്റെ മാർഗത്തിൽ നമ്മൾ എത്തിപ്പെടും? ഒരു ടോർച്ച് നമ്മളൊരു ചുമരിലേക്ക് അടിക്കുമ്പോൾ ആ ടോർച്ചിന്റെ ബൾബിന്റെ ഫിലമെന്റിൽ നിന്ന് ആ വെളിച്ചം ചുമരിലേക്ക് പതിയുന്നത് പോലെ അള്ളാന്റെ നൂറു തജല്ലി നമ്മളെ കൽബിലേക്ക് പതിയണം. പക്ഷെ ആകെ ക്ലേപ്പ് പിടിച്ചാൽ കല്ലാബൽ റാന അലാ ഖുലൂബിഹി എന്ന് പറഞ്ഞില്ലേ, ചില ആളുകളുടെ ഹൃദയത്തിന്റെ മേൽ റെയിൻ ബാധിച്ചിരിക്കുന്നു, ക്ലാപ്പ് ബാധിച്ചിരിക്കുന്നു, കറ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ആ നൂറു തജല്ലി കൽബിലേക്ക് തട്ടൂല. അപ്പൊ സഹാബികൾക്ക് പേടിയായി. അവര് ചോദിച്ചു, നബിയെ വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ അതൊന്ന് തീയിലിട്ട് ചൂടാക്കി തട്ടുമുട്ട് കൊടുത്താൽ അതെന്താവും? തുരുമ്പ് ക്ലിയർ ആവും. എന്നതുപോലെ ഹൃദയം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഉറങ്ങണുണ്ടാ? എന്നതുപോലെ ഹൃദയം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവർ ചോദിച്ചു, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, ഹൃദയത്തിന്റെ തുരുമ്പ് നീക്കാനുള്ള വഴി എന്താണ് നബിയേ? അതിന് ഹബീബിന്റെ മറുപടിയാണ്, ഒന്ന് തിലാവത്തുൽ ഖുർആൻ, മറ്റൊന്ന് വദിക്റുൽ മൗത്ത്. ഖുർആൻ ഓതുക, മരിക്കുന്നുള്ള ചിന്ത, മരിക്കും എന്ന ചിന്ത. ചില മരണങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്ന മരണങ്ങളാണ്. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. മരണപ്പെട്ട ബാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആ ബാപ്പയെ ഖബറിലേക്ക് താഴ്ത്തി ബാപ്പയുടെ മേൽ മൂടുകല്ലൊക്കെ വെച്ച് ഖബറിന്റെ പണി പൂർത്തിയാക്കി കൊണ്ടിരിക്കവേ പെട്ടെന്ന് മകന് വേദന വന്നു. ആ ഖബറും പുറത്തുനിന്ന് കൊഴിഞ്ഞു വീണ് മകൻ മരിച്ചു. വയനാട് ജില്ലയിൽ എന്താ അവസ്ഥ? ഈ വാപ്പാന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകാൻ താങ്ങിപ്പിടിക്കാൻ കൂടെ ആരുണ്ടായിരുന്നു? ഈ മകനുണ്ട്. ഈ വാപ്പാന്റെ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്താൻ കൂടെ ആരുണ്ട്? ഈ മകനുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ. ഇതാ ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്, ഇതിലേക്കാണ് മടക്കം, ഇതിൽ നിന്ന് തന്നെയാണ് ഇനിയുള്ള പുനർജന്മം. ഇത് പറയാൻ മണ്ണ് വാരിയിട്ട് കൂടെ ആരുണ്ട്? ഈ മകനുണ്ട്. അതാണ് മരണത്തിന്റെ അവസ്ഥ. കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ അലീലിൻ ആശാ ദഹ്റൻ അലാ ദഹ്രി. ആരോഗ്യദൃഢഗാത്രരായ എത്രയെത്ര ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. എങ്കിൽ രോഗം ബാധിച്ചൊന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന് വിചാരിക്കുന്ന എത്രയെത്ര രോഗികളാണ്. അവരങ്ങനെ
ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. മരണം പിടിപെടാതെ ദീർഘായുസ് അവർക്ക് ലഭ്യമാവുകയാണ്. പടച്ചവനെ, എപ്പോഴാണെങ്കിലും ഈമാനോടെ റാഹത്തുള്ള മരണം കൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഏറ്റവും റാഹത്തുള്ള മരണം ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ വിധിക്കണമേ റബ്ബേ. ചിലപ്പോൾ നമ്മളൊക്കെ കഫംപുടയുടെ പണി കഴിഞ്ഞ് അടുത്തുള്ള ടെക്സൈസിൽ എത്തിയിട്ടുണ്ടാവാം. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. പെരുന്നാളിന്റെ ഡ്രസ്സ് ചിലപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇന്ന ദിവസം പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകാന്നുള്ള താല്പര്യത്തിൽ നിൽക്കേക്കാരം. പക്ഷേ പെരുന്നാൾ ഡ്രസ്സ് ഒന്നാവില്ല. ആദ്യമായി ധരിപ്പിക്കപ്പെടുന്ന പുതിയ വസ്ത്രം ഏതാവാം? കഫംപുടയാവാം. ഓർമ്മണ്ട്, കഴിഞ്ഞ റമളാൻ 28 ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് പോയി. ആ പരിപാടിക്ക് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നാട്ടുകാരൊക്കെ വലിയ സങ്കടത്തിലാണ് ഉസ്താദെ, നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞിരുന്നു. എന്താ വിവരം? ആ നാട്ടിലുള്ള ഒരു ചെറിയ മകൻ, പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ വലിയൊരു പുഴയുണ്ട്. റമളാനിൽ ആ പുഴയിൽ കുളിക്കാൻ പോയതാണ്, മുങ്ങി മരിച്ചു. ആ കുട്ടിയുടെ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തു കൊണ്ടുവന്ന് വീട്ടിലുണ്ട്. പെരുന്നാൾ ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ ധരിപ്പിക്കപ്പെട്ടത് പെരുന്നാൾ വസ്ത്രമല്ല, പിന്നെ കഫംപുടയാണ്. وكم من فتى يمسي ويصبح آمنا وقد نسجت أكفانه وهو لا يدري. എത്രയെത്ര ആരോഗ്യദൃഢഗാത്രരായ ചെറുപ്പക്കാരാണ്. പ്രമാദവും പ്രദോഷവും ഒക്കെ അവരങ്ങനെ ദുനിയാവിന് വേണ്ടി ഓടി നടക്കുന്നുവല്ലോ, അവരറിയുന്നില്ല. വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. ഓന്റെ കഫംപുടന്റെ പണിയൊക്കെ കഴിഞ്ഞ് അടുത്തുള്ള ടെക്സൈസിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ശേഷം തന്നെ ഒരു പക്ഷെ ആ ടെക്സൈസിൽ അവൻ കയറി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടാവാം. അർച്ചോനെ, ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സാധനം ഈ മനുഷ്യനാണ്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു സാധനം മനുഷ്യൻ ഉണ്ടാക്കുന്ന പലതിനും ഗ്യാരണ്ടി കൊടുക്കാൻ അവന് കഴിയും. എന്നാൽ ഈ ഗ്യാരണ്ടി കൊടുക്കുന്ന ഇവന് നാളെ ഈ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവും പറയാൻ കഴിയൂല. നമ്മളും ചിന്തിക്കണം. ഒരു പക്ഷെ നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കലും കഴിഞ്ഞു, കഫൻ ചെയ്യലും കഴിഞ്ഞു, നിസ്കാരവും കഴിഞ്ഞ് ഇതിന്റെ അടിയിലെത്തിയിട്ടുണ്ടാവും. ചിലപ്പോ ചോദ്യം നടക്കായിരിക്കും, എടോ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക. ആവാലോ, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. അതിലേക്കു 2 മലക്കുകൾ ഉണ്ടെന്നതും മുൻകർ നകീറെന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. റബ്ബേ തു നബിയേ ദാനി ദീനും മേദാ. ചോദ്യം ഇതാണതിനുത്തരം ചെയ്യേണ്ടതാണ്. അതിലേക്കു 2 മലക്കുകൾ ഉണ്ടെന്നതും മുൻകർ നകീറെന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. റബ്ബേ തു നബിയേ ദാനി ദീനും മേദാ. ചോദ്യം ഇതാണതിനുത്തരം ചെയ്യേണ്ടതാ. റബ്ബേ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, റബ്ബേ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, റബ്ബേ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ, നരകത്തെ തൊട്ട് കാവൽ നൽകണേ റബ്ബേ. ചൊല്ല് മുഅ്മിനെ, മനസ്സറിഞ്ഞ് ചൊല്ല് മുഅ്മിനെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി
അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ പൊതിയട്ടെ. അതിന് തടസ്സമാകുന്ന വാക്കുകളെ തൊട്ട്, പ്രവർത്തനങ്ങളെ തൊട്ട്, വിശ്വാസങ്ങളെ തൊട്ട്, ആദർശങ്ങളെ തൊട്ട്, സ്വഭാവ സംസ്കാരങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ.